وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനാദരവുള്ള സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ദീനിന്റെ ഗുണകാംക്ഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ വളരെയധികം ശാസ്ത്രീയമായി അച്ചടക്കത്തോടുകൂടി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ചപ്പാരപ്പടവ് ഇർഫാനിയ അറബിക് കോളേജിന്റെ വാർഷിക സനദ്ദാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മണ്ണാർക്കാട് മേഖല സംഘടിപ്പിച്ച സമ്മേളന പ്രചരണ പൊതുയോഗത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്ഥാപനത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളീയരായ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ നടത്തപ്പെടുന്ന പള്ളികളും പള്ളി ദർസുകളും അറബിക് കോളേജുകളും യത്തീഖാനകളും ശരീഅത്ത് കോളേജുകളും തുടങ്ങി മതഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയവരാണ് കേരളീയ സമൂഹം. അതിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന അതിമഹത്തായ ദീനിന്റെ വിപ്ലവങ്ങൾ കാൽനൂറ്റാണ്ട് കാലമായി കണ്ണൂർ ജില്ലയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ ഇർഫാനിയ അറബിക് കോളേജ്. നൂറുകണക്കിന് യുവ പണ്ഡിതന്മാരാണ് ഓരോ വർഷവും അവിടെ പഠനം പൂർത്തീകരിക്കപ്പെടുന്നതും പുതുതായി പഠനത്തിനു വേണ്ടി ചേർന്നുകൊണ്ടിരിക്കുന്നതും. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചിട്ടയായ ആശയങ്ങളും ആദർശങ്ങളും ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും സമൂഹത്തിനും സമുദായത്തിനും സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ മതകലാലയങ്ങളിൽ നിന്ന് ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് ഇർഫാനിയ. അതുകൊണ്ട് തന്നെ
അതിന്റെ സന്ദേശം ഈ പ്രദേശത്ത് എത്തിക്കുകയും അതിന്റെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുകയാണ് അതിന്റെ പ്രവർത്തകർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നേതാക്കൾക്കും സഹോദരങ്ങൾക്കും സ്വാഗതം അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളത്തിന്റെ മതപ്രബോധന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു നൂറ്റാണ്ടോളമായി ഈ കേരളക്കരയിൽ അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്കറിയാം. മഹാന്മാരായ പൂർവ്വസൂരികൾ നമുക്ക് കൈമാറി വന്നതായിരിക്കുന്ന തനതായ ഇസ്ലാമിക മൂല്യങ്ങളും ആദർശങ്ങളും ഒരു വേള ആക്ഷേപിക്കപ്പെടുകയും വിമർശന പണ്ഡിതന്മാരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിഷ്കളങ്കരായ ഉലമാക്കളെയും ആക്ഷേപിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ യഥാർത്ഥമായ തൗഹീദിന് പകരം വികലമായ ചിന്താഗതികളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും പാവപ്പെട്ട സമൂഹത്തിൽ കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥ മതവിശ്വാസികളെ വിശ്വാസ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി രംഗത്ത് വന്ന ബിദഈ ചിന്താഗതിക്കാരെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയും യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സന്ദേശം വരും തലമുറക്ക് എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയും സംഘടിതമായി മുന്നേറാൻ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ തീരുമാനിക്കുകയും അതിന്റെ പരിണത ഫലമായി 1925 ശേഷം സംഘടിതമായ രൂപത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുക്കുകയാണ്. അവിടെ നിന്നങ്ങോട്ടുള്ള 3/4 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം ഈ കേരളക്കരയിൽ ഇല്ലാതിരുന്നെങ്കിൽ യഥാർത്ഥമായ ഇസ്ലാമിന്റെ തനതായ മൂല്യങ്ങളും അതിന്റെ തനതായ ശൈലികളും അതിന്റെ ആശയാദർശങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മതകലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ചുറുചുറുക്കുള്ള യുവാക്കൾ, അവർ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കുകയും സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുകയും വികലമായ ചിന്താഗതികളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകളുടെ കപടമുഖം തുറന്നു കാണിക്കുകയും ചെയ്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അതിനാർക്കും തകർക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയും കീഴ്ഘടകങ്ങളും ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഒരു കാലത്ത് വിപുലമായ രൂപത്തിലുള്ള ദർസ് സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ, മഹല്ലുകളിൽ, പള്ളികളിൽ നിലനിന്നിരുന്നെങ്കിൽ അതിന് ശോഷണം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ശരീഅത്ത് കോളേജുകളെക്കുറിച്ച്, അതല്ലെങ്കിൽ അറബിക് കോളേജുകളുടെ പ്രസക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ട് ആധുനിക രൂപത്തിൽ നൂതനമായ ശൈലിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ പ്രബോധനം ചെയ്യുവാൻ ഭാവി തലമുറക്ക്, വളർന്നുവരുന്ന തലമുറക്ക് അനുയോജ്യമായ അഭിരുചിക്കനുസരിച്ചുകൊണ്ടുള്ള മതപ്രബോധനങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഒരു സംഘത്തെ വാർത്തെടുക്കുവാൻ ബഹുമാനപ്പെട്ട ഉലമാ ചിന്തിക്കുകയും
ഈ നിലയിൽ കേരളക്കരയിൽ ആദ്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന് രൂപകൽപ്പന ചെയ്യപ്പെടുകയും ഒരു കാലത്ത് കേരളത്തിന്റെ പുറത്തുപോയി മതപണ്ഡിതന്മാർ സനദ് നേടിയിരുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ തന്നെ യഥാർത്ഥ മൂല്യബോധമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടക്കം കുറിച്ച ജാമിഅ നൂരിയ, ആ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇന്ന് അതിന്റെ ജൂനിയർ കോളേജുകളായി ധാരാളം കോളേജുകൾ, ധാരാളം പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും ആയിരക്കണക്കായിരിക്കുന്ന പണ്ഡിതന്മാർ ആ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വരികയും ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കേന്ദ്രങ്ങളായി ഏതറ്റം വരെയും പഠിക്കുവാനും റിസർച്ച് ചെയ്യുവാനും ഏത് വിഷയങ്ങളും പഠന വിധേയമാക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ പടുത്തുയർത്തപ്പെടുകയും ആ മഹത്തായ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ മക്കൾ യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിച്ച് മനസ്സിലാക്കി വരികയും ചെയ്യുന്നു. മലബാറിന്റെ സാഹചര്യം നമുക്കറിയാം. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ ആത്മാർത്ഥമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്, ആത്മാർത്ഥമായ അവരുടെ അർപ്പണങ്ങളാണ് മലബാറിലെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയതും യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വിശ്വാസികൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതും ഈ മലബാറിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അർപ്പണബോധമാണ്, പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബിക് കോളേജ് അതിന്റെ 23ാം വാർഷിക മഹാസമ്മേളനം നടത്തപ്പെടുകയാണ്. ഈ മാസം 12, 13, 14, 15 തീയതികളിലായി. കാൽനൂറ്റാണ്ട് കാലത്തോളം അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും വേണ്ടി വാർത്തെടുത്തുകൊണ്ട് ഇസ്ലാമിക ഗോതയിലേക്ക് ഇറക്കിവിടുകയും ചെയ്ത മഹത്തായിരിക്കുന്ന ആ സ്ഥാപനം, അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അവിടെയുള്ള മത പഠന പ്രവർത്തനങ്ങളും മതരംഗത്തുള്ള വിപ്ലവങ്ങളും ആധികാരികമായി അവതരിപ്പിക്കുവാനും അവിടെ നിന്നും പഠിച്ചിറങ്ങിയ ചുറുചുറുക്കുള്ള പണ്ഡിതന്മാർ ധാരാളമുണ്ട്. അവർ ആ കാര്യം വളരെ വ്യക്തമായി ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തും. ബഹുമാനപ്പെട്ട പണ്ഡിതനും സൂഫി വര്യനുമായ ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഖാദിരി കണ്യാല മൗല ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ കൽപ്പന പ്രകാരമാണ് ബഹുമാനപ്പെട്ട ചപ്പാരപ്പടവു ഉസ്താദ് ആ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ആ സ്ഥാപനത്തിൽ ജോലിയേൽക്കുന്നതും തന്റെ 25 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ആ മഹത്തായിരിക്കുന്ന സ്ഥാപനം വളരെയധികം ഔന്നിത്യത്തിലേക്ക് കൊണ്ടുവരികയും ധാരാളം പണ്ഡിതന്മാരെ സമുദായത്തിന് സമർപ്പിക്കുകയും ചെയ്യാൻ മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാർ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. ഇർഫാനിയ അറബിക് കോളേജിന്റെ സമ്മേളന പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സമ്മേളനത്തിന്റെ പ്രമേയം, സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നതോടൊപ്പം തന്നെ യഥാർത്ഥമായ ഇസ്ലാമിക മൂല്യങ്ങളെ വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിദഈ ചിന്താഗതിക്കാരുടെ കപടമുഖങ്ങളെ തുറന്നു കാണിക്കുകയും വിമർശന വിധേയമായിരിക്കുന്ന ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളെയും മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വിമർശിക്കപ്പെടുന്നവരുടെ വിമർശനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നമ്മുടെ കൈകളിൽ ഭദ്രമാണെന്നും അതിൽ വിമർശിക്കപ്പെടുന്ന വിമർശകർക്ക് അതിൽ നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്നും തുറന്നു കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട
പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഇസ്ലാമിക ആദർശ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്തിഖാമയുടെ ചുറുചുറുക്കുള്ള പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ, ആശയങ്ങളെ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട സലീം ഇർഫാനി, ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരിയെ പോലെയുള്ള ഇസ്തിഖാമയിലൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വളരെ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പ്രാമാണിക പിൻബലത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിനെതിരെ നേരിടുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് പിന്നിലുള്ള ശക്തികൾ, അവരുടെ താൽപര്യങ്ങൾ തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വേദിയാണിത്. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങൾ വളരെയധികം താൽപര്യത്തോടുകൂടി ഈ പരിപാടിയിൽ ശ്രദ്ധിക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും അതിന്റെ വിരോധികളായിരിക്കുന്ന ബിദഈ കക്ഷികളുടെ കപടമുഖങ്ങളെ വളരെ വ്യക്തമായി ഇവിടെ വരച്ചു കാണിക്കപ്പെടുമ്പോൾ ആ പ്രവണതകളിൽ ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക ആദർശങ്ങളെയും മൂല്യങ്ങളെയും സംശയത്തിന്റെ കണ്ണുകളോടെ ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംശയ നിവാരണം നടത്തുവാനും തുറന്ന വേദിയിലൂടെ അവരുടെ സംശയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അല്ലാഹുവിന്റെ ദീൻ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. യഥാർത്ഥമായ പൂർവികരായ അല്ലാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും പടുത്തുയർത്തപ്പെട്ടതായിരിക്കുന്ന പരിശുദ്ധമായ ദീനിന്റെ ആ പ്രവർത്തന ഗോതയിൽ നമ്മൾ വ്യതിചലിച്ചു പോയിട്ടില്ല. അതിന്റെ പ്രവർത്തനങ്ങളിലൊട്ടും നമ്മുടെ പണ്ഡിതന്മാർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരും. മാത്രമല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനവുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിന്നില്ലായിരുന്നു എങ്കിൽ യഥാർത്ഥമായ തനതായ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും മതമൂല്യങ്ങളെയും നമുക്ക് കൈമോശം വന്നു പോകുന്ന ഒരു കാലഘട്ടം നമ്മളിൽ സംജാതമാകുമായിരുന്നു. ഇവിടെയാണ് ബഹുമാനപ്പെട്ട പണ്ഡിത സഭയുടെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ, അച്ചടക്ക ബോധത്തോടുകൂടി ആ പണ്ഡിതന്മാർ വാർത്തുവിടുന്ന യുവ പണ്ഡിതന്മാർ ദീനീ സംവിധാനങ്ങളും, ഈ ഒരു സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ മഹത്തായിരിക്കുന്ന ഇസ്ലാം എന്നോ നമ്മളിൽ നിന്ന് കൈമോശംപ്പെട്ട് പോകുമായിരുന്നു. അള്ളാഹുവിന്റെ പുണ്യപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്, സതുപദേശമാണ്. ആ ഗുണകാംക്ഷ അതായിരിക്കണം നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങളുടെ മുഖമുദ്ര. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കുകയും ആത്മാർത്ഥമായി അതിന് പരിശ്രമം നടത്തുകയും യഥാർത്ഥമായ ദീനിന്റെ പാന്താവിലൂടെ ചലിക്കുകയും നമ്മുടെ അവസാനം നമ്മുടെ ജീവിതം വിജയിച്ചുകൊണ്ട് അവസാനം അള്ളാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കുവാനുള്ള ഒരു വഴിയാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ വഴി, സമസ്തയുടെ വഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചതും അതാണ്. ഒരു വ്യക്തി അള്ളാഹുവിന്റെ ദീനിലേക്ക് നീ കാരണമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നാൽ, ഖൈറിലേക്ക് വന്നാൽ, ഹിദായത്തിലേക്ക് വന്നാൽ ഈ പ്രപഞ്ചവും അതിലുള്ളവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം ഒരു മനുഷ്യന്റെ ഹിദായത്താണ് എന്ന് പഠിപ്പിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകരുടെ പ്രഖ്യാപനങ്ങളാണ് സ്വഹാബത്തെ ഏറ്റെടുത്തതും ആ സ്വഹാബത്തിന്റെ പിൻഗാമികളായ താബീയങ്ങളും തബഉ താബീയങ്ങളും സലഫു സ്വാലിഹീങ്ങളും ഏറ്റെടുത്തതും ആ പ്രഖ്യാപനങ്ങളാണ്. നിങ്ങളിൽ ഉള്ളവർ ഇല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ
പ്രത്യയശാസ്ത്രത്തെ എത്തിച്ചു കൊടുക്കട്ടെ, അവർ ദീനിന്റെ പ്രബോധനം നടത്തട്ടെ, അവരുടെ കടമകൾ പൂർത്തീകരിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ലക്ഷക്കണക്കായിരിക്കുന്ന സ്വഹാബത്തെ കിറാം അവരുടെ വീടും നാടും കുടുംബവും വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ഭൂമിയിലുടനീളം സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ, രാഷ്ട്രങ്ങളിൽ അവർ ചെന്നുപെടുകയും അവർ ഇസ്ലാമിന്റെ പ്രബോധനവുമായി അവിടെ അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുകയും ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആ സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ആ വിഭാഗത്തിൽ കേരളക്കരയിൽ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനവുമായി വന്ന മഹാന്മാരായ സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ ഇസ്ലാമിന്റെ പ്രബോധനം ഈ കേരളക്കരയിൽ വരികയും അല്ലാഹുവിന്റെ ദീനിനെ വളരെ വ്യക്തമായി വിശ്വാസ ആദർശങ്ങൾ വളരെ വ്യക്തമായി കേരളക്കരയിൽ രൂഢമൂലമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ വിശ്വസിച്ച് ജീവിച്ച് പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചുപോയ മുൻഗാമികളെ വിമർശിക്കപ്പെടുകയും അവർക്ക് തെറ്റുപറ്റി എന്ന് പറയുകയും അവർക്കൊക്കെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ചില നൂതന ആശയക്കാർ, അവരുടെ താൽപര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിൽ വെള്ളം ചേർക്കുകയും പരിശുദ്ധമായി സംഘശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുക എന്ന കുൽസിത ലക്ഷ്യങ്ങളാണ് അതിന്റെ പുറകിലുള്ളത് എന്ന് അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ തുറന്ന ചർച്ചയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളും അതിന്റെ തെളിവുകളും വെച്ചുകൊണ്ട് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കുള്ളതായ സംശയങ്ങൾ നിങ്ങൾ തുറന്നു ചോദിക്കുകയും സംശയ നിവാരണം നടത്തുകയും നല്ല രൂപത്തിലുള്ള സഹകരണം ഈ സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ ഇർഫാനിയ അറബിക് കോളേജിന്റെ പ്രവർത്തനങ്ങൾ, നൂറുകണക്കായ വിദ്യാർത്ഥികൾ അറബിക് കോളേജ്, യത്തീംഖാന, ശരീഅത്ത് കോളേജ്, ബോർഡിംഗ് പോലെയുള്ള മഹത്തായ നൂതന സംരംഭങ്ങളിലൂടെ പഠിച്ചുവരുന്ന ആ പണ്ഡിത സമൂഹത്തിന്റെ പഠനങ്ങളെക്കുറിച്ചും അവരുടെ കോളേജിനെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നാം വളരെയധികം മനസ്സിലാക്കുകയും ഇന്ന് കേരളക്കരയിൽ തലയെടുപ്പുള്ള പണ്ഡിത നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബിക് കോളേജിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുന ചപ്പാരപ്പടവ് ഉസ്താദിന്റെ കീഴിൽ ആ മഹത്തായ സ്ഥാപനം ഇന്ന് 25 വർഷത്തോളം പ്രവർത്തന ഗോതയിൽ മുന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അച്ചടക്കമുള്ള ദീനീ തർബിയത്തുള്ള 100% ശരീഅത്ത് അനുസരിച്ചുകൊണ്ടുള്ള മത വിദ്യാഭ്യാസങ്ങളും ആത്മീയ ചിന്തകളും നൽകിക്കൊണ്ട് വളരെയധികം പക്വതയോടെ സമൂഹത്തിലേക്ക് പാകപ്പെടുത്തി ഇറക്കിവിടുന്ന പണ്ഡിതന്മാരുടെ ഒരു ഫാക്ടറിയായി ഇന്ന് ഇർഫാനിയ അറബിക് കോളേജ് മാറിയിട്ടുണ്ട്. കേരളത്തിലെ സമസ്തയുടെ കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളെപ്പോലെ അതിലേറെ വളരെയധികം ശ്രദ്ധേയമായി ഇന്ന് ജാമിഅ നൂരിയയിലെ പരീക്ഷകളിൽ പോലും റാങ്ക് ജേതാക്കളായി പലപ്പോഴും ആ പ്രൈസ് വാങ്ങുന്നത് ഇർഫാനിയ അറബിക് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അത്രമാത്രം പഠനരംഗത്തും അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ വേഷവിധാനങ്ങളിലും അച്ചടക്കത്തിലും ആ സ്ഥാപനം അറിയപ്പെട്ടുകൊണ്ട് സമ്മേളന പ്രചരണമാണ് ഈ മഹത്തായ ഈ മണ്ണാർക്കാടിന്റെ മേഖലയിൽ 2 ദിവസമായി ഇന്നും ഇന്നലെയും നടത്തപ്പെട്ടത്. അതിന്റെ പൊതുയോഗ പരിപാടിയിൽ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരും പ്രാദേശികമായി നമ്മുടെ നേതൃത്വം, ഇവിടെയുള്ള ഉലമാക്കളും, ബഹുമാനപ്പെട്ട ഈ മഹലിന്റെ ഖാളി ബഹുമാനപ്പെട്ട ഉസ്താദ് CP ബാബു മുസ്ലിയാരെ പോലെയുള്ള പാലക്കാട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അലി ഫൈലിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ ഈ പരിപാടിയിൽ നമ്മുടെ വേദിയിൽ നമ്മെ അഭിസംബോധനം ചെയ്യുന്നുണ്ട്. മഹാന്മാരായ നമ്മുടെ നേതൃത്വത്തിന്റെ പണ്ഡിതന്മാരുടെ പക്വമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും
നമ്മുടെ മക്കളെ, ഭാവിയുടെ വാഗ്ദാനമായ വളർന്നു വരുന്ന നമ്മുടെ മക്കളെ ഇർഫാനിയ അറബിക് കോളേജ് പോലെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മതകലാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കുകയും മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസങ്ങളിലൂടെ അവർക്ക് അവരുടെ വഴി തെളിച്ചു കൊടുക്കുകയും ചെയ്യുക, അത് നമ്മുടെ കടമയാണ്. അതിനുള്ളൊരു പ്രചോദനമാവട്ടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വേദിയിലുള്ള മുഴുവൻ ആളുകൾക്കും സ്വാഗതം അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സമ്മേളന പ്രചരണ ആദർശ പ്രഖ്യാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജില്ലാ സെക്രട്ടറി സി മുഹമ്മദ് അലി ഫൈലി അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെ, മഹത്തായ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ എന്റെ പേരിലും ഇർഫാനിയ കോളേജിന് വേണ്ടിയും സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ മഹത്തായ സമ്മേളന പ്രചരണ പൊതുയോഗ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിന്റെ ഖാദിയും നമ്മുടെ നേതാവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകരും നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ചുറുചുറുക്കോടെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ബാപ്പു മുസ്ലിയാർ അവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തോടുകൂടി ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ ബാപ്പു ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആമുഖ ഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ബാസ് ദാരിമി അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന വിഷയത്തിൽ ആദർശ വിഷയത്തിൽ വിമർശന വിധേയമാക്കപ്പെടുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങളെയും മാലമൗലിദുകളെയും കുറിച്ച് സവിസ്തരം പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ നിരത്തിക്കൊണ്ട് സംശയ നിവാരണം നടത്തി പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബിക് കോളേജിന്റെ സന്തതി നമ്മുടെ ഇസ്തിഖാമയുടെ സംഘത്തിലെ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫിയെ പോലെ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെ, ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമിയെ പോലെ, ഗഫൂർ അൻവരിയെ പോലെ ആ സംഘത്തിൽ അഹ്ലുസുന്നയുടെ യുവ പ്രഭാഷകൻ സലീം ഇർഫാനി അവറുകളാണ് ഇന്ന് ഈ വേദിയിൽ നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ബഹുമാനപ്പെട്ട സലീം ഇർഫാനി അവറുകളെ ഈ വേദിയിലേക്ക് മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട യുവ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി അവറുകളെയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഈ പരിപാടിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കീഴിലുള്ള വിഖായ തൃശൂരിലെ സമർകന്ദിൽ 4 ലക്ഷത്തോളം യുവഭടന്മാരെ സമൂഹത്തിന്റെ സേവനത്തിന് വേണ്ടി അർപ്പിച്ച വിഖായയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഹബീബ് ഫൈലി കോട്ടപ്പാടം അവറുകൾ ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ മുജീബ് ഫൈസി, അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇർഫാനിയെ പോലെയുള്ള ഈ വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സദസ്സിൽ സംബന്ധിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്ന ദീനിന്റെ ഗുണകാംക്ഷികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബിക് കോളേജിന്റെ മഹത്തായിരിക്കുന്ന സമ്മേളനം മാർച്ച് 12, 13, 14, 15 തീയതികളിൽ നടത്തപ്പെടുമ്പോൾ ആ സമ്മേളന പരിപാടി നിങ്ങളെല്ലാവരും വമ്പിച്ച വിജയമാക്കണമെന്നും അവിടെയുള്ള ആത്മീയ സദസ്സുകളിൽ സംബന്ധിക്കണമെന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ സംബന്ധിക്കുന്ന, സയ്യിദന്മാർ സംബന്ധിക്കുന്ന, പാണക്കാട് സദാത്യങ്ങൾ സംബന്ധിക്കുന്ന ആ മഹത്തായ വേദിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട വേദിയിൽ വന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മാഷാബ് പോലെയുള്ള മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹട്ട നെല്ലിപ്പുഴ പള്ളിയിലെ ഇമാമും ഖാദിയുമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ദാരിമി
മറ്റു വേദിയിലുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സമ്മേളന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഈ മഹല്ല ഖാദി ബഹുമാനപ്പെട്ട ഉസ്താദ് സിബി ബാപ്പു മുസ്ലിയാരെ ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين عبد الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العلي العظيم. من نادى وليا لي فقد آذنته بالحرب. صدق رسوله النبي الكريم. ബഹുമാനമുള്ള മഹത്തായ സദസ്സിൽ പങ്കെടുത്ത സഹോദരന്മാരെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ അധ്യക്ഷ സുഹൃത്തുക്കൾക്കുമുള്ള ഉലമാക്കളെ, റഹ്മാനായ സയ്യിദായ തമ്പുരാന്റെ തൗഫീഖോടുകൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ നടത്തപ്പെടുന്ന സുന്ദരമായ ഒരു സ്ഥാപനത്തിന് ഇർഫാനിയ അറബി കോളേജിന്റെ അതിന്റെ 23ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് 15ാം സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു പ്രചരണ യോഗം മണ്ണാർക്കാട് സംഘടിപ്പിക്കുക എന്ന് ആദ്യമായി എന്നോടൊരു പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും, ഒരു 10-35 കൊല്ലങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിൽ ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജിൽ 3 ദിവസത്തെ വഅദിന് ഞാൻ പോയ ഓർക്കുകയാണ്. തളിപ്പറമ്പിൽ ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജിലാണ് ആദ്യമായി അക്കാലത്ത് ഒരു മൈക്കിൽ കുട്ടികൾ മദ്രസ ചെയ്യുമ്പോൾ ആദ്യം സ്വലാത്തിൽ ഞാൻ കേട്ടത് തളിപ്പറമ്പാണ്. പിന്നെ അതോടനുബന്ധിച്ച് പിന്നെ വടകര ബുസാനിലൊരു മദ്രസയിലാണ്. അങ്ങനത്തെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ സമസ്തകളിൽ ജമിയത്തുൽ ഉലമായുടെ കീഴിലാണ് നിരക്കുമ്പോൾ, ചപ്പാരപ്പടവ് എന്ന് പറയുന്ന സ്ഥലത്ത് തളിപ്പറമ്പിന് ഏതാനും അടുത്തൊരു സ്ഥലത്ത് അവിടെ ഇങ്ങനത്തെ സുന്ദരമായ അറബി കോളേജ് വന്നിരിക്കുന്നു എന്നതിൽ നമുക്ക് അതിയായ സന്തോഷം. അതിന്റെ സ്ഥാപക നേതാവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചപ്പാരക്കടവ് വി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ആത്മീയ ഗുരു, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹജ്ജിന് കുറെ കാര്യങ്ങൾ അദ്ദേഹവും ഞാനുമായി പങ്കിടുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ സുന്ദരമായ ഒരു അറബി കോളേജിന്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ അറബി കോളേജിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് അതിനുവേണ്ടി വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള കടമ നമുക്കുണ്ട്. ഈ മണ്ണാർക്കാട് പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ആളുകളും എല്ലാവരും സ്റ്റേജ് കെട്ടു, എല്ലാവരും അഭിപ്രായ പ്രകടനം നടത്താറുണ്ടെങ്കിലും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന കുറെ ആളുകളും ഈ മണ്ണാർക്കാടുമുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ വന്ധ്യരാവുന്ന ഉസ്താദ് താഴക്കോട് കുഞ്ഞേലി മുസ്ലിയാർ ഇവിടെ മണ്ണാർക്കാട് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ പതി പെട്ടെന്ന് കടക്കെന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കുഞ്ഞേലി മുസ്ലിയാരെ തൊടാൻ ഒന്നു വേണം. കുഞ്ഞേലി മുസ്ലിയാർ ആര് തൊടുന്ന ഒന്നു വേണം. അങ്ങനത്തെ എൽബന്റെ ബഹറാണെന്ന് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു നോക്കാൻ ഞാൻ ഓർക്കുകയാണ്.
ഞാൻ കുട്ടിയായിരുന്ന കാലത്താണെങ്കിലും അദ്ദേഹത്തിന്റെ പതിയുടെ വാദവും കേൾക്കാം. മണ്ണാർക്കാട് കുഞ്ഞാമു സാഹിബിന്റെ വീടിന്റെ മുമ്പിൽ അന്ന് ഒരുമിച്ചുള്ള വ്യക്തിയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ മഹാത്മാക്കളാവുന്ന ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഉലമാക്കൾ, രാപകൽ വ്യത്യാസം തന്നെ ദീനുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകൾ. നമ്മളെപ്പോലെ നെയ്യപ്പത്തിൽ നെയ്യുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം എന്ന നാമധാരികളല്ല. അവരൊക്കെ അക്ഷരത്തിലും അർത്ഥത്തിലും ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാന്മാര് അല്ലാഹ് എന്നുള്ള വിചാരമല്ലാത്തൊരു വിചാരം എന്റെ കൽബിൽ വന്നാൽ ഹക്കംതു ഞാൻ ഹുക്മ വെച്ച് ബിരുദ്ധത്തി ഞാൻ മുർത്തദ്ദാണ്. വലോ ഹാത്തറത്തിൽ പടച്ചവനെ ഫീ സിവാക ഇറാദത്തു നിന്നിലല്ലാത്ത വല്ല ഉദ്ദേശം എന്റെ മനസ്സിൽ വന്നാൽ ഹക്കംതു ബിരുദ്ധത്തി ഞാൻ മുർത്തദ്ദാണെന്ന് വിധി കൽപ്പിക്കുമെന്ന് മഹാന്മാർ കെട്ടിപ്പടുത്ത മതമാണിത്. അതുപോലെ തന്നെ ഞാൻ ഇന്നും ആലോചിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മതപരമാവുന്ന വിജ്ഞാനത്തിന്റെ അഭാവം കൊണ്ട് മാത്രമാണ്. മതപരമാവുന്ന വിജ്ഞാനത്തിന്റെ അഭാവം നമുക്ക് എത്രമാത്രമുണ്ടോ. മതമുണ്ട്, എൽമുണ്ട്, അതൊക്കെ ഇബ്ലീസ് ആലിമല്ലായിരുന്നോ? ഇബ്ലീസ് മലക്കുകൾക്ക് ദർശനാർത്ഥി വണ്ടിയതല്ലായിരുന്നോ? പക്ഷെ എന്തുകൊണ്ടാ എൽമായില്ല? ഉസ്താദന്മാരുടെ മഹാന്മാരെ പൊരുത്തമില്ലാത്ത എൽമുകൾക്ക് സ്ഥാനമില്ല. ഞാൻ ഇന്നും ആലോചിക്കുകയാണ്, ഞാൻ കോഴിക്കോട് മുദരിസായി ജോലി ചെയ്യുമ്പോൾ മഹാനായ ഷെയ്ഖ് വലിയുള്ളാഹി മടവൂർ എന്റെ അടുക്ക് ദർസിൽ വന്നു. അങ്ങനെ വലിയുള്ളാഹി ദർസിൽ വന്ന സമയത്ത് ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ ആ പേപ്പർ എടുത്ത് എന്റെ കടക്കയുടെ അടിയിലേക്ക് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ മഹാന് കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ മടവൂർ ഷെയ്ഖ് വന്നിരിക്കുന്നവർ മൂപ്പര് വേറെ റൂമിലേക്ക് കയറി വന്ന് ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. അങ്ങനെ വലിയുള്ളാഹി മടവൂർ ആ സലാം പറഞ്ഞ് ഇങ്ങോട്ട് കയറി. അങ്ങനെ എന്റെ കടക്കിലിരുന്ന് കുറെ സമയം കഴിഞ്ഞാൽ മൂപ്പര് ചിരിക്കാനെ ആ പേപ്പറും കൊടുത്തരണമെന്ന് പറഞ്ഞു. ഞാനും എന്റെ റബ്ബല്ലാതെ വെക്കുന്ന ആ പേപ്പർ ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി, രോമം എടുത്ത് ധരിച്ചുപോയി. അങ്ങനെ ആ പേപ്പർ ഇങ്ങോട്ട് കൊടുത്തപ്പോ അദ്ദേഹം വായിച്ചു പറഞ്ഞു, പോയി ദർസ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഏത് കിതാബാ ചൊല്ലിക്കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ മലബാർ ദീനുണ്ടാക്കിയത് മഖ്ദൂമിങ്ങളാണ്, അതുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയ ഫത്തുൽ മീൻ ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഏത് ഭാഗത്താണ് ഞാൻ ചൊല്ലിക്കൊടുക്കണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷയം ഞാൻ പറയുന്നില്ല, കിതാബ് കൂട്ടുക എന്നിട്ട് മറിച്ച് കിട്ടുന്നവർ ചൊല്ലിക്കൊടുക്കാന്ന് പറഞ്ഞു മഹാനായ മടവൂര്. അങ്ങനെ ഫത്തുൽ മീൻ ഇങ്ങോട്ട് കൂട്ടി മറിച്ചു കിട്ടിയത് ബാബുൽ വസിയത്ത. എന്നിട്ട് എന്നോട് പറഞ്ഞു ദർസ് നടത്തുക. അങ്ങനെ ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകള് അതിലൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ദർസ് നടത്തുന്നതിൽ പോയിന്റ് ഉണ്ട്. അതെന്താ എല്ലാ ഉലമാക്കൾക്കും അറിയാം. ഒരാൾ മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്തു, എന്റെ സ്വത്ത് എന്റെ മരണശേഷം അജ്ഹലുന്നാസിൽ മുസ്ലിമീൻ, മുസ്ലിമിൽപ്പെട്ട ഏറ്റവും ജാഹിൽ എന്നല്ല അജ്ഹലിന പരമവിഡ്ഢി. അജ്ഹലുന്നാസ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അജ്ഹലുന്നാസ് എന്ന് പറഞ്ഞാലും അജ്ഹൽ മുസ്ലിമീൻ 2 പോയിന്റാ. അന്നാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജാഹിലിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടത് ഫാജാബ് റഹ്മഹുല്ലാ അത് ഫലിമ ഈ കല്ലിന് പൂജിക്കുന്നവർ കൊടുക്കണം. അതേ സമയത്ത് അജ്ഹൽ മുസ്ലിമീൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏറ്റവും ജാഹിലിന് സ്വത്ത് കൊടുക്കണം എഴുതി വെച്ചാൽ ആ സ്വത്ത് കൊടുക്കേണ്ടത് ഫലിമ യസുഖു സഹാബത്ത സഹാബാക്കളെ ആക്ഷേപിക്കുന്ന ആളുകൾക്കാ. ഇവിടെ ഇസ്ലാം ദീൻ അദ്ദീൻ അല്ലാഹുമ്മ ഈദുൽ ഇസ്ലാം യഹദൽ ഉമറൈൻ, എന്റെ ഇസ്ലാമിന് ഉമർ അബ്ദുൽ ഖത്താബിനെ കൊണ്ട് അബൂജ രണ്ടാലും ഉമറിനെ കൊണ്ട് ശക്തി നൽകണമെന്ന് ഉമർ ഖത്താബിനെ കൊണ്ട് ശക്തി നൽകിയ ദീന് നമ്മൾ ആചരിക്കുന്ന ദീനാണ്. ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ അവിടെ ടൈമില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അൽ ഇസ്ലാം എന്ന് പറയുന്ന അലിഫിലാമിട്ട് പറഞ്ഞ ഇസ്ലാം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടും സ്വഹാബത്തിനെ കൊണ്ടും ശക്തി കിട്ട മതമാണ്, ശക്തി കിട്ടിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് എന്റെ മക്കളോട് വിശദീകരിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അപ്പോ അജ്ഞത കൊണ്ടാണ് ഈ ആശയക്കുഴപ്പം വരുന്നത്. എന്റെ മണ്ണാർക്കാട്ടുകാരായ എന്റെ മഹല്ലത്തുകാരോട് എല്ലാവരും ഞാൻ പറയുന്ന വാക്കാണ്. എനിക്ക് ആരോട് വിദ്വേഷമല്ല, ഒരു ചിന്താഗതിക്കാരോ വിദ്വേഷമല്ല. പക്ഷേ ചിന്തിക്കണം നമ്മളെ. അപ്പൊ അജ്ഹലുന്നാസ് അജ്ഹലുൽ മുസ്ലിമീൻ, മുസ്ലിമീൽപ്പെട്ട ഏറ്റവും ജാഹിലിനെ സ്വത്ത് കൊടുക്കണം എഴുതി വെച്ചാൽ അത് കൊടുക്കേണ്ടത് സഹാബത്തിനെ ചീത്ത പറയുന്നവർക്കും മഹാന്മാരെ ഔലിയാക്കളെ ചീത്ത പറയുന്നവർക്കുമാണെന്ന് മഹാന്മാര് പറയുമ്പോൾ ഇതിന്റെ അടിത്തറ അജ്ഞതയാണ്. പിന്നെ അവരും പ്രസംഗിക്കുന്നു, അവർക്ക് പറ്റിയ ആയത്തുകൾ മുറിമുണ്ട ഓതിക്കൊണ്ട് അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ 6666
56 ആയത്തുകൾ പരിപൂർണമായ ഒരു വ്യക്തി ഓതി പഠിക്കുകയോ ഓതി പഠിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് ഈ തെറ്റ് സംഭവിക്കൂല. അതെന്തോ ഞാൻ ഇന്നും ആലോചിക്കുകയാണ്. ഞാൻ പട്ടിക്കാട് ജാമ്യയിൽ ചേരുന്നതിന് മുമ്പ് 45 കൊല്ലം മുമ്പ്, ജാമ്യയിൽ ഒരു 49 കൊല്ലം മുമ്പ്, ജാമ്യയിൽ 48 കൊല്ലത്തോളം ഫൈസി ബിരുദെടുത്തിട്ടായെങ്കിൽ അന്ന് ഞാൻ അതിൽ ചേരുന്നതിന് മുമ്പ് അവിടെ ഒരു അംസാക്കാണ് നിസ്കരിക്കൂല, ഒറ്റ വക്ക് നിസ്കരിച്ചൂല. അപ്പൊ ഞാൻ അംസാക്ക ഒന്ന് നിസ്കരിച്ചുകൂടെ എങ്ങൾക്ക് ചോദിച്ചു. അയാൾ പറഞ്ഞ എന്താ പറയുക, മണ്ണാർക്കാട് മൂലയിലെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു വലാത്തഖറബുസ്സലാത്ത, നിസ്കാരത്തോട് അടുക്കരുത്. അപ്പൊ ഇയാളെ ആശയം എന്താണ്? നിസ്കരിക്കാതിരിക്കണം, അതിനൊരായിട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അറ്റത് കൊണ്ടാണ് ഇവിടത്തെ എന്തെല്ലാം കുഴപ്പമുണ്ടായതോ. മന്നാദാലി വലിയ എന്റെ മഹാന്മാരാവുന്ന ഔലിയാക്കളോട് ശത്രുത ഒരാൾ വെച്ചാൽ അവരൊരു യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചു എന്ന് ഖുദ്സിയ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നെങ്കിൽ നമ്മൾ ചരിത്രങ്ങൾ എത്രയോ ഇനി ഇവിടെ അവതരിപ്പിക്കാനും പറയാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനുസരിച്ചുകൊണ്ട് വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ നിലനിർത്തിയത് ഒരു കോളേജാണ് ഇർഫാനിയ. ആരിഫീങ്ങളെ കൊണ്ട് നിലനിർത്തിയ ഒരു കോളേജാണ് ഇർഫാനിയ. ഞാൻ ഫൈസി ബിരുദെടുത്ത സമസ്ത ജമിയത്തുൽ കീഴെ നമ്മൾ ഒരു കാലത്ത് ഫൈസി ബിരുദെടുത്തെങ്കിലും ഇർഫാനിയക്ക് ഒരു പവറുണ്ട്. അതെന്താ? ആരിഫീങ്ങൾ സ്ഥാപിച്ച ഒരു കോളേജാണ് ഇർഫാനിയ. അതുകൊണ്ട് ഞാൻ നമ്മളെ ജാമ്യാരൂരി ആക്ഷേപിക്കൽ ഞങ്ങൾക്ക് അതിന്റെ സന്തതികളാണ്. അതും ഒരു ഇസ്ലാമിന്റെ കേന്ദ്രം തന്നെയാണ്. ഈ കേരളക്കരയില് വെല്ലൂരിലും മറ്റും പോയിക്കൊണ്ട് ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒരു കാലത്ത് മഹാന്മാരുടെ ദീർഘവീക്ഷണത്തോടെ ഉണ്ടാക്കിയ ജാമ്യാരൂരിയ, അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇർഫാനിയ ആരിഫീങ്ങളെ കൊണ്ടുണ്ടാക്കിയത്. മഹാനായി മുഹമ്മദ് മുസ്ലിയാർ പോലുള്ള, അതുപോലെ കണ്ണിയൽ അബ്ദുള്ള മുസ്ലിയാർ പോലുള്ള മഹാന്മാരെ കൊണ്ട് നിലനിർത്തുന്ന ഒരു കോളേജാണത്. അതുകൊണ്ട് തന്നെ അതില്ലാതെ ആ കോളേജിന്റെ വാർഷികം കൊണ്ടാടപ്പെടുമ്പോൾ അതിൽ എന്തെല്ലാം നടക്കുന്നെന്ന് കാണാൻ വേണ്ടി നമ്മളൊക്കെ പോകേണ്ടതാണ്. നിങ്ങളെ എല്ലാവരും പോകണമെന്നും ആ പരിപാടി വിജയിപ്പിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തണമെന്നും എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഈ മഹത്തായ നമ്മളെ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകൾ നൽകിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കോട്ട് വിരാമോടുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد رسول الله وعلى آله الفائزين برضا الله ما بعد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മണ്ണാർക്കാട് മേഖല സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രസിഡന്റും ജമിയത്തുൽ ഉലമായുടെ ജില്ലാ ഉപാധ്യക്ഷനും മണ്ണാർക്കാട് വലിയ മഹല്ലിലെ പള്ളി ഖാദിയുമായ വന്യരായ ഉസ്താദ് സി.പി. വാപ്പു മുസ്ലിയാരും, മുഹീദ്ദീൻ മാലയുടെ ആധികാരികത പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മഹാന്മാരുടെ വാക്കുകളുടെയും പിൻബലത്തോടുകൂടെ ആധികാരികത സമർത്ഥിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഇർഫാനി ഉസ്താദ് അവറുകൾ, മറ്റു നേതാക്കന്മാരെ, സമയം പരിമിതമായതുകൊണ്ട് സുദീർഘമായ ഒരു അധ്യക്ഷ ഭാഷണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചപ്പാരപ്പടവ് ഇർഫാനിയ അറബി കോളേജിന്റെ 23ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പൊതുസമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചരണത്തിനും നിലനിൽപ്പിനും വേണ്ടി സമൂഹത്തിനാവശ്യമായ കാലികമായ വിളിയാളങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മതപ്രബോധനം നടത്താൻ കഴിവുള്ള പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കുന്ന ദീനീ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് ചപ്പാഴപ്പാട് ഇർഫാനിയ അറബി കോളേജ്. അതിന്റെ വാർഷിക സമ്മേളനങ്ങൾ വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാവി തലമുറയിൽ അർഹരായ വിദ്യാർത്ഥികളെ ഇതുപോലത്തെ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും സമൂഹത്തിന് ആവശ്യമായ പണ്ഡിത നിരയെ വാർത്തെടുക്കാനും സമൂഹത്തിന്റെ പിന്തുണയും സഹായവും സഹകരണങ്ങളുമാണ് ഇതുകൊണ്ടൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കലല്ല ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട്
അള്ളാഹുവിന്റെ റസൂല് പ്രബോധനം ചെയ്ത ശരിയായ ദീനുൽ ഇസ്ലാം സഹാബത്തിലൂടെയും താബികളുടെയും തലമുറകളായും താബിയങ്ങളിലൂടെയും മഹാന്മാരായ മഖ്ദൂമികളുടെയും അവരുടെ കാലശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും നേതാക്കന്മാരിലൂടെ ആർക്കും തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധ്യമല്ലാത്ത, നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പണ്ഡിത നേതൃത്വം കാലാകാലങ്ങളിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഭാവിയിലും അതിനാവശ്യമായ പണ്ഡിത നേതൃനിരയെ വാർത്തെടുക്കലാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ. അതിനൊക്കെ ആവശ്യമായ പിന്തുണ നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഹ്യിദ്ദീൻ മാലയെ സംബന്ധിച്ചുള്ള ആധികാരികമായ വിശദീകരണവും വിശകലനവും സംശയങ്ങൾക്കുള്ള മറുപടി നൽകലുമാണ് ഈ ഇതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ അവസരം വേണ്ടതുകൊണ്ട്, സമയം വേണ്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് 2 വാക്കുകൾ ആശംസ അർപ്പിക്കാൻ വേണ്ടി വിക്കായയുടെ സംസ്ഥാന ചെയർമാൻ, നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെയൊക്കെ പ്രതീക്ഷയായ ബഹുമാനപ്പെട്ട ഹബീബ് ഫൈസി അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ കാരണവന്മാരെ, സഹോദരന്മാരെ, കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് 23 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇർഫാനിയ അറബിക് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന ആദർശ പ്രചരണ പൊതുയോഗങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചൊരു പരിപാടിയിലാണ് നാം ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിരായ നമ്മുടെ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ കാലോചിതമായി അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയും സുന്നത്ത് ജമാഅത്തിനെ വികലമായ രീതിയിൽ ചിത്രീകരിച്ചിരുന്ന ബിദ്അഈ കക്ഷികൾ അവരേതൊരാദർശമാണോ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത്, ആ ആദർശത്തിൽ തന്നെ അവർ മായം ചേർത്തുകൊണ്ട് അവരേത് സമൂഹത്തെയാണോ ഉത്ബുദ്ധരാക്കിയിരിക്കുന്നത്, ആ സമൂഹത്തോട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു, ഞങ്ങൾ പ്രചരിപ്പിച്ച ആദർശങ്ങളിലും ആശയങ്ങളിലും ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന മുഹ്യിദ്ദീൻ മാല, മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ 1000 തവണ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകമായ പദവിയും ശ്രേഷ്ഠതയുമുണ്ട്. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് മഹാരഥന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തും പ്രവാചകന്റെ തിരുഹദീസുകളും പ്രാമാണിക ബന്ധിതമായി മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചപ്പോൾ 1000 തവണയല്ല, 1 തവണ വിളിച്ചാൽ തന്നെ അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് 40 വട്ടം വിളിച്ചു പറഞ്ഞിരുന്ന ആളുകൾ ഇന്നവരതിന് തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായം തേടി വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ മുശ്രിക്കല്ല എന്ന്, നേരത്തെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ വരെ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
ഒരു കാലത്ത് നമ്മുടെ പള്ളികൾ ഇമാമത്ത് നിന്നിരുന്ന നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ പരിധിയിലുള്ള വീടുകളിൽ പോയി മൊഹീദ്ദീൻ മാല പ്രകാരം ഖുതുബിയത്ത് നടത്തിക്കൊണ്ട് മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ വിളിച്ച ഉസ്താദും അതിൽ പങ്കെടുത്തവരും മുശ്രിക്കുകളാണ് എന്ന് നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ച കേരളത്തിലെ ബിദ്അഈ കക്ഷികളുടെ പ്രതിനിധികളായി അറിയപ്പെട്ടിരുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക അവരങ്ങനെ പുറത്തുനിന്ന് പറയുകയും അതേ ഇമാമിനെ പള്ളിയിലെ ജമാഅത്തിന് പിന്തുടരുകയും ചെയ്യുന്ന ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇൻഷാ അല്ലാഹ് തുറന്ന സംവാദമാണ് ഇവിടെ നടക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള ഏത് വിഷയത്തിലും കൃത്യമായി ചോദിക്കാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ധാരാളമായി നമുക്കിടയിൽ അത് സംബന്ധമായിട്ടുള്ള ചർച്ചകളും തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ പ്രത്യേകമായി തേടിക്കൊണ്ട് അവിടത്തേക്ക് പ്രത്യേകമായി അവരെ മുൻനിർത്തിക്കൊണ്ട് ആ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ, അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയോട് പ്രത്യേകിച്ച് വിളിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ വ്യാപകമായി ഒരു കാലത്ത് വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ മൊഹീദ്ദീൻമാരെ മാത്രമല്ല, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ വീടുകളിൽ അല്ലാത്ത സമയങ്ങളിലും നമ്മൾ പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലിദ് ഉൾപ്പെടെ പ്രവാചകനോട് പ്രത്യേകമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഇർതഖബതു അലൽ ഖതാ ഗൈറ ഹസ്ബിൻ വഅദബ് ലക അശ്കു ഫീഹി സയ്യിദി ഖൈറൻ നബി. പരിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികബന്ധിതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള മാർഗരേഖ അത് മാത്രമേ സുന്നികൾ കേരളത്തിലും അതിന് പുറത്തും പ്രചരിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ അവരെ മുശ്രിക്കാക്കി ആളുകൾ ഇന്നവർ തുരുത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ വന്ന് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് പരസ്പരം തെറിഞ്ഞു പറഞ്ഞുകൊണ്ട് സുന്നി വിരുദ്ധരായ ആളുകൾ 8ലധികം വിഭാഗമായി വേർതിരിഞ്ഞുകൊണ്ട് ഇസ്തിഖാമക്ക് നേതൃത്വം നൽകുന്ന പ്രതിഭാധനരായ യുവ പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകളാണ് ഈ മഹത്തായ ചടങ്ങിന് ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഈ മാർച്ച് 8-ാം തീയതി മറ്റൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് മുജാഹിദ് വിഭാഗവുമായി നേർക്കുനേരെയുള്ള സംവാദം നടക്കുകയാണ്. കേരളത്തിൽ പല ഭാഗങ്ങളിൽ ഇസ്തിഖാമയുടെ പ്രവർത്തകന്മാർ, കാരണം ഇത്രയും വ്യക്തമായി പറയാൻ കാരണം ഒരു കാലത്ത് ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം സുന്നികളുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് പരസ്യമായി ബിദ്അഈ കക്ഷികളുമായി സംവാദത്തിൽ ഏർപ്പെടാനും മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള വ്യക്തിത്വം നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് നമ്മുടെ പ്രവർത്തകന്മാർ വളരെ സജ്ജമായി ഏത് ബിദ്അഈ കക്ഷികളുമായി നേർക്കുനേരെ സുന്നത്ത് ജമാഅത്തുമായി തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയവുമായും സംവാദം നടത്താൻ ഒരുക്കമാണ് എന്ന രീതിയിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് മൊഹീദ്ദീൻമാരുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിവാരണമുണ്ടാക്കാൻ ഈ വേദി അവസരമുണ്ട് എന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.